ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കോഴഞ്ചേരി പൗരാവലിയുടെ സംപ്രേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴഞ്ചേരി പൗരാവലിയുടെ വെള്ളപ്പൊക്ക സംപ്രേഷണമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 9 മണിക്ക് നമ്മളൊരു ലൈവ് സംപ്രേഷണം ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് അടുത്ത ലൈവുമായി എത്തുന്നത്. അതിന് വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ലെവലിനെക്കാട്ടി താഴ്ന്ന നിലയിലാണ് വെള്ളം ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വീണ്ടും അപ്ഡേഷനുമായിട്ട് വരാഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും അപ്ഡേഷനുമായിട്ട് വരികയാണ്. എന്നാൽ ഇപ്പോൾ ഇന്നലത്തെ രാവിലത്തെ ലെവലിൽ നിന്ന് ഏകദേശം 2.5 അടി വെള്ളം താണ ലെവലിലാണ് ഇപ്പോൾ പമ്പ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലെയും ഇന്നും തകർപ്പ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കിഴക്ക് അങ്ങ് വനമേഖലയിൽ മഴ കുറവായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വെള്ളത്തിൻ്റെ ലെവല് താണത്. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല. പമ്പാ നദിയിലെ സ്ഥിതി ഇപ്പോൾ ഇരുകര വെള്ളം മുട്ടി നിൽക്കുന്നു എങ്കിലും പേടിക്കത്തക്കതായ കാര്യങ്ങളില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സംപ്രേഷണം ഞങ്ങൾ ഫേസ്ബുക്ക് ലൈവിൽ നിന്ന് മാറ്റി യൂട്യൂബിലേക്ക് മാറ്റുകയാണ്. കാരണം പലരുടെയും അഭിപ്രായ പ്രകാരം ക്ലിയറായി കാണുന്നില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അതിനാലാണ് ഞങ്ങൾ യൂട്യൂബിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് കാണുമ്പോൾ ഞങ്ങളെ യൂട്യൂബ് ചാനലായ കോഴഞ്ചേരി പൗരാവലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഇനിയുള്ള എല്ലാ അപ്ഡേഷനും യൂട്യൂബ് വഴി ആയിരിക്കും എന്നുള്ളതാണ് സത്യം. അതിനാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പമ്പാ നദിയുടെ ഇന്ന് വലിയ കലക്കലൊന്നും കാണുന്നില്ല. പമ്പാ നദിയിൽ വെള്ളത്തിൻ്റെ ഇത് അക്കരയിലെ മൂൻസിയുടെ വീടാണ്. മൂൻസിയുടെ വീട്ടിലെ വീടിൻ്റെ സ്റ്റെപ്പ് ഇന്ന് കാണാം. ഇന്നലെ ആയിരുന്നെങ്കിൽ വീടിൻ്റെ സ്റ്റെപ്പൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പോൾ വീടിൻ്റെ സ്റ്റെപ്പെല്ലാം കാണാം. ഇന്നലെ ഈ സ്റ്റെപ്പെല്ലാം മൂടി നിൽക്കുകയായിരുന്നു. 4 സ്റ്റെപ്പ് ഇന്നലെ മൂടി നിന്ന ലെവലിലായിരുന്നു മോൻസിയുടെ വീട്. ഇന്നെന്നാൽ സ്റ്റെപ്പുകളെല്ലാം കാണാം. ഏകദേശം 2.5 അടി മേളിൽ വെള്ളം താണിട്ടുണ്ട്. വെള്ളത്തിന് കലക്കലും കുറവുണ്ട്. എന്തായാലും പമ്പാ നദിയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കുക തന്നെ വേണം. അടുത്ത അപ്ഡേഷനുമായി വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ച് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഞങ്ങളെ ഈ സംരക്ഷണം കണ്ട എല്ലാവർക്കും കോഴഞ്ചേരി പൗരാവലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് കോഴഞ്ചേരി പാലത്തിൽ നിന്ന് ജോജി കാവുംപടിക്കൽ.